ഷെരീഫ മുജീബേ ഷെരീഫ ആ തോടിന്റെ വക്കിലുണ്ടായിരുന്നു കുറച്ച് പിരിച്ചാൻ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ പരിപാടി. പിന്നെ ഇപ്പൊ ഇത്ര തേയാവും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൊണ്ട് കൊണ്ടുവരാം. നോക്കിയിട്ട് പറ. ഇത്രയൊക്കെ മതി. പിന്നെ കണ്ണ് വിരിച്ചതേ ഈ കുറച്ചും കൂടി അവിടെ ഇവിടെ ഒക്കെ വെക്കാണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാലേ ഇവിടുത്തെ പണി ഇപ്പൊ കഴിച്ചു. എന്നായിക്കോട്ടെ. ഞാൻ പീടിക്കും ആ പണി കഴിഞ്ഞിട്ട് ഒരിക്കലും കൂലിയൊക്കെ ഞാൻ അവിടുന്ന് തരട്ടോ. അത് ഇന്നോട് വേട്ടാ. തിരുവാക ഇനി ഇത് മടല്ലേ വെക്കാനുള്ളൂ. എനിക്ക് കുറച്ച് നേരത്തെ പോകണ്ടേനെ. മൗലൂദക്കളാണ് മരുവിനേശേ. എടാ കുഞ്ഞാപ്പോ ഇത്തെ പൂച്ച കുട്ടികളെ കൊണ്ടുവരണേ. അവിടെ മൂലൊക്കെ ചാക്കിൽ നടത്തി കറന്നു അടുത്തോണ്ട് പോയിക്കണ്ടേ. അനക്ക് നേരത്തെ പോകും വേണം മൗലൂദിൽ ഇറങ്ങണ്ടേ. അതുകൊണ്ട് അലുണ്ട് ചെല്ലേ. അവിടെ ഉണ്ട്. വാ ഇങ്ങോട്ട് വാ. വെറുതെ അല്ല ഒന്നാലും ശരിപ്പാക്ക. എത്ര ആൾക്കാർ നാട്ടിൽ പണിയെടുക്കാൻ വെക്കണേ. ഇങ്ങനെ ഓനെ കൊണ്ടിറക്കുള്ളൂ. നിങ്ങൾക്ക് വേറെ ആളൊന്നും കിട്ടിയില്ല. അത് സാധിക്കേ നമുക്ക് അറിയാഞ്ഞിട്ടല്ല. ഓനെ വേറെ ആരും പണിക്ക് കൊണ്ടുപോകില്ല. ഞാൻ പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോല. ഒരു പാവാണ്. ഓനും വേണ്ടപ്പോ എങ്ങനെയാലും കഞ്ഞൊടിച്ച് പോവുക. അത് നമ്മൾ എടുത്താൽ മതി. അതൊന്നും കാര്യത്തിൽ കൂട്ടണ്ട. ആർക്കടി ചായ? കാക്കാനോടെ ഉച്ചക്ക് നാടിന്റെ കൊടുക്കാൻ പോകാൻ പറഞ്ഞോണ്ടി. ചോറ് വെച്ചാൽ ഞങ്ങള് ഉണ്ടാവില്ല എന്ന് പറഞ്ഞോണ്ടി. കാക്ക ചായ. പിന്നെ ഉച്ചക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. നിങ്ങള് നാണീൻ്റെ അടുക്കി വെക്കൊണ്ട് ചോറിനാം. ഞങ്ങക്ക് പുറത്തൊന്നും പോവാണ്ട്. ലീല നീ വന്ന എന്താക്കോ ഇജോനോട് പറഞ്ഞില്ലേ നാണ്ട് കൊടുക്കുവാന്. ഓൻ വരി ഓരോന്നും ഇങ്ങനെ എടുത്തു കൊടുക്കും. അങ്ങനെ 24 മണിക്കൂർ ഇവിടെ അങ്ങനെ നിൽക്കണേ. ആണെന്താ എന്റെ ഒരു അഞ്ചൻ തന്നെ അല്ലേ. ഓനെന്താ ഇതൊരു ഉത്തരവാദിത്തല്ലേ. എല്ലാം ഇവിടുന്ന് ഇങ്ങനെ എപ്പോ നോക്കിയാലും ഇവിടെ എങ്ങനെ. ഞാൻ എന്താ കാട്ടിനെ കാക്കോ? നിങ്ങള് കാരണമല്ലേ. നിങ്ങൾക്കാണ് പറഞ്ഞൂടെ. ഇച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളാണ് പറഞ്ഞോളി. ഇവിടെ ഇങ്ങനെ വന്ന് കുത്തിരിക്കുമ്പോ പിന്നെ എന്താ കാട്ടാന്ന്. കാണുവോ ഈ വാതിലടച്ചളാ. ഞാനൊന്ന് അങ്ങാടി പോയി വരാം. കാണുവോ എന്തിക്കാ ആക്കണ്ടേ അവിടെ പുറത്ത് വന്ന് തീർക്കും. ചോറുണ്ടെങ്കിൽ അവിടെ ചോറുണ്ട്. അതിക്ക് കൂട്ടാനൊന്നുമില്ല, ചാറനുള്ളൂ. അതൊക്കെ മതി. ഇജ്ജ് അവിടെ എന്താ വെച്ചാൽ കൊടുത്തളാ. അത് കുറെ കൂട്ടാനൊന്നും വേണ്ട. ഓപ്പൊ കാക്കാൻ്റെ കൂടെ കാര്യം വരുന്നുണ്ടാകുക. അവിടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് തന്നെ കാര്യം വരുന്നുണ്ടാകുക. കേട്ടോ, ഞാൻ പുറത്ത് പോയി വരാം. തിന്നിട്ടാണ്ട് പോയിക്കോളി. ബഷീറാക്ക എന്റെ വരുന്ന വരിക. എന്തെങ്കിലും ഒറ്റക്ക് ഇങ്ങനെ നിൽക്കണ്ട ഇവിടെ. നിങ്ങൾ വരും. ഞാൻ ഇതിൽ ചായ അടിച്ചാൽ പോലെ കൂടി വരും. ചായ അടിച്ചോ. എന്റെ കാര്യം വേണ്ട. വരി കജ്ജി വിടൂ. ഇത് പോയിക്കോ. ജീവാക്കാ, ഞാൻ കൊണ്ട് ചായക്ക് വരുമ്പോഴേ നമ്മളെ ബഷീറാക്കട ഇരിക്കും. അതുകൊണ്ട് ഒരു പാവം തോന്നി. അപ്പൊ ഞാൻ ചായക്ക് കുറെ കുടിച്ചു. കജ്ജി കുറെ കുടിച്ചു. വച്ചിന്റെ കജ്ജി കുടിച്ച് തട്ടിയൊരു കുറഞ്ഞു. ചായ ഒന്നും മാണ്ടാറ് കണ്ട് ഇപ്പൊ തീരാണ് വെച്ചല്ലേ. എന്താ പറ്റിയപ്പേ? അത് ഫിറോസേ, സംഭവം എന്താ വെച്ചാല് ഓനമ്മ മരിച്ചതിന്റെ രസാണ്. ആദ്യം വലിയതൊന്നും ഇല്ലായിരുന്നു.
പാകട് പുടുത്തം വിട്ട് ഉമ്മ വെച്ചിട്ട് ഒന്നാം പറഞ്ഞ ആരും ഇല്ലേ അവനായിട്ട് ഇപ്പൊ 2 അഞ്ചന്മാരാ ഉള്ളത് വീട്ടില്. അതൊക്കെ വരികാതെ ഒരു കഥയാണ്. എന്താ പറയാ, അവരൊന്നും കൊടുത്താലും വാങ്ങിക്കൂല. ഇപ്പൊ അതുവേ ഞാനോ ശരീഫ് എന്തെങ്കിലും കൊടുത്താലോ വിളിച്ചാലോ വരുള്ളൂ. അതൊരു മനുഷ്യന്റെ ഒന്നും ചോദിക്കൂല വാങ്ങിക്കൂല, അങ്ങനെ ഇരിക്കൂടാ. ഞാൻ കുറെ ചായക്ക് വിളിച്ചു, വരൂല, ഒരിക്കലും വരൂല. അങ്ങനത്തെ ജാതി ഒരു ടൈപ്പാണ്. ഉമ്മ മരിച്ചിന്റെ ആകെ കുടുത്തം വിട്ടക്കുള്ളൂ. അതാ തിരിഞ്ഞ അവിടെയും പടി ഇങ്ങനെ നടക്കും. ഇതൊക്കെ പാടെയാണ്. എന്താ ചെയ്യാ. ദിവസേ ശരീഫും ഇവരൊക്കെ പണി കഴിഞ്ഞിട്ട് വരുന്നാളെ പറമ്പില് പണി ഉണ്ടായിരുന്നു. വായ ഇച്ചക്കലും ഇതൊക്കെ പണി ഞാൻ അവർക്ക് കൂലി കൊടുത്താലും വരട്ടോ. ശരീഫ കഴിഞ്ഞില്ല? കഴിഞ്ഞു. അതെ, പിന്നെ നാളെ എന്തൊരു പരിപാടി ഉണ്ടോ? നാളെ നമുക്ക് ആ വടക്കേ കുഴമ്പിലേ ആ പറമ്പിലെ അവിടെ ഉണ്ട് കോഴിക്കാട്ടം കൊടുന്ന് ഇറക്കിക്കണം. നിങ്ങൾ 3 ആളും കൂടിയും അതൊന്നാണ്ട് തെങ്ങ് പറന്നിക്കാട് ഇതിനൊക്കെ ഒന്ന് ഇട്ട് മൂടണം. ഇല്ല, നാളെ ഏറ്റവും ചില സാധിക്കാം. നാളെ പോലെ ആയിക്കോട്ടെ, ഞങ്ങൾ എന്താ ചെയ്തോളാം. നാളെ എന്നാ അങ്ങനെ ചെയ്യാം. നാളെ രാവിലെ കേട് വരും കേട്ടോ. ആയിക്കോട്ടെ, കാണാം. നമുക്ക് പോവാം. ശരി പാക്ക, ഞാൻ നാളെ ലീവ് ആയിട്ടോ. പെണ്ണുങ്ങളെ മൂത്തമ്മന്റെ മോളെ കല്യാണത്താണ്, എനിക്ക് അതിന് പോണം. ഇജ്ജിപ്പോ ആ വെള്ള പണിക്ക് വന്നിട്ടുള്ളൂ, അപ്പൊ അത് ലീവ് ആക്കാനും ആയോ? അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളത് ലീവൊക്കെ കണക്കന്നല്ലേ ഒരു പാക്ക. മോനെ ആ ഫോണൊന്നും കൊണ്ട എത്ര നേരമായി ചോദിച്ചു. ഇച്ച് നോക്കാനുണ്ട്, എനിക്ക് കുറെ ഗ്രൂപ്പൊക്കെ നോക്കാണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, ഈ ക്ലാസ് ഗ്രൂപ്പൊക്കെ നോക്കാണ്ട്. ഉണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. ഇച്ച് കുറെ നേരം കളിക്കൂ. ഇജ്ജ് കൊറേ നേരമായില്ലേ, നോക്കട്ടെ. ഞാൻ വരൂല. കൊണ്ട മോനോ ഇജി ഉമ്മാന് പോയിക്കോ. ഉമ്മാന്റെ ഫോണിൽ നെറ്റ് ഇല്ലാഞ്ഞിട്ടാണ്. കൊണ്ട ഞാൻ തരൂല. കൊണ്ട കൊണ്ട ജിമ്മാന് പോയിക്കോ. ഉമ്മായി മോന് ഫോണ് തരുന്നില്ല. എന്താണ് ഇവിടെ നിങ്ങൾ രണ്ടാളും കൂടി? ഇപ്പൊ സ്കൂളിലേക്ക് നേരത്തെ തുടങ്ങിയ ഒരു ഫോണുണ്ട്, നിങ്ങൾ രണ്ടാളുണ്ട്. മോൻ കൊറേ നേരമായില്ലേ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇച്ചൊരു ഫോൺ ഉപ്പാനോടൊന്ന് വാങ്ങി തരാൻ പറയേ. ഇച്ചും വേണോ ഒരു ഫോണ്, ഉപ്പാനോട് വാങ്ങി തരാൻ പറയേ. അനക്ക് ഫോണ് എന്നെ കൊണ്ട് വെറുതെ അതൊന്നും പറയിക്കാൻ നിൽക്കണ്ട. അല്ലെ മാപ്പ കൂലിപ്പണിക്ക് പോയതല്ലേ പെണ്ണുവാ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ എന്റെ മാപ്പ മാപ്പ് വരാനേ കൊണ്ടുണ്ടാകാറ് നിന്നോളിങ്ങൾ രണ്ടാളും. എത്ര രസേജി കുട്ടികളോട് ഇങ്ങനെ ഈറടിച്ചത്. കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ. ഇപ്പത്തെ കുട്ടികൾ ഫോണുമുള്ള കളി തന്നെ ഉള്ളു. അമ്മായിന്റെ കുട്ടികൾക്കേ ഉപ്പാനോട് പറഞ്ഞിട്ട് അമ്മായി പറഞ്ഞിട്ട് വാങ്ങി തരാൻ പറയട്ടോ. ഇജി ഷെരീഫിനോട് പറഞ്ഞിട്ട് ഒരു പഴയ ഫോണെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കു. ഇതപ്പം നോക്കണു ഇപ്പാണെന്താ വെച്ചാ പറഞ്ഞോളി. എന്താടാ മോനോ, ഫോൺ കളി മാത്രമേ ഉള്ളടാ? അപ്പൊ അതിന് തിരക്കൂടെ ഞാൻ പോയി രണ്ടാളും ഫോണിനെ. അല്ല ഞങ്ങൾക്ക് ഇപ്പൊ ചായ എടുക്കാതെ കുളിച്ചിട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടുള്ളൂ. ഇനി എല്ലാം പൈച്ചുണ്ട്. ഞാൻ ചായയും കടി എന്താ ചെന്നെ എടുത്താ എന്താ കടി ഉണ്ടാക്കിയിട്ടുണ്ട്? ഞാനേ മീൻകാരൻ ഇതിൽ പോയപ്പോ കുറച്ച് മീൻ വാങ്ങി മത്തിട്ടപ്പോ. അപ്പൊ ഏതായാലും ഇപ്പൊ നിങ്ങൾ ഇന്നലെ പാർട്ട് വന്നപ്പോ കുറച്ച് പൂളിയും കൊടുത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മത്തിയും പൂളിയും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ ഇന്ന് അതാ ഉണ്ടാക്കി. ഞാൻ കൊടുന്നേരാം. ഇച്ചി ചാറ് വേണ്ടിമ്മ. ഓക്ക് ഈ മത്തി ആകുമോ നിങ്ങളെ മാറി? ഒരു വർഷം ഞാൻ പോയി കറ്റുവോ? അനക്ക് വരട്ടെ? എനിക്ക് മത്തി വേണ്ട മോനോ. ഈ മത്തിന്റെയും പൂളന്റെ രസം കോഴിച്ചാറിനെ കിട്ടോ? എനിക്ക് കിട്ടാ പെരുന്നൂടേനോ? ഇതോടെ ഇരുന്ന് നിന്നേ. ഞാൻ പിന്നെ തിന്നോളാക്കാം. നിങ്ങൾ തിന്നോളൂ. അത് മുഴുവൻ തിന്ന മോളോ. ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണ്ട. മതി. ഇവൻ ഡൗട്ടാ? ഇപ്പൊ നീച്ചടി മതിയാക്കിയാ?
എന്താ കുഞ്ഞാപ്പോ നാളെ ഞാനും പണിക്കുണ്ട്. അതെന്ത് ഇജ്ജല പറഞ്ഞ പെണ്ണുങ്ങളെ മൂത്തന്മാരുണ്ട് കല്യാണത്തിനോന്നൊക്കെ പറഞ്ഞ് പിന്നെന്ത് പെണ്ണുങ്ങളെ പണിക്കോൻ പറഞ്ഞോ? ആ അവിടെ അയലോക്കത്തല്ലേ പിന്നെ വർഷം പൊയ്ക്കോളാന്ന് പറഞ്ഞോ. തന്നെ നാളെ ഞാൻ പണിക്കുണ്ട്, ആ പണിക്ക് വരുന്നുണ്ട്. അതൊക്കെ നാളെ വരണ്ടിട്ടാ. എന്താ ശരീഫ പ്രത്യേകിച്ച് നാളെ ആരാ വടക്കേ കൊളമ്പക്ക് പണിക്കോണു? ആരൊക്കെ ഉണ്ടാവും? അത് നാളെ പോകുന്നുണ്ട്. സാദിക്കും കുഞ്ഞാപ്പും ഞാനൊക്കെ അവിടെ നാളെ പണിക്കോണ്ട്. ഞാൻ ഇപ്പൊ അതിനല്ല പോകുന്നത്, വേറൊരു കാര്യം പറയാൻ വേണ്ടി പോകുന്നതാണ്. അതിപ്പോ എന്തേ? പിന്നെ ഞാൻ എന്റെ മോനുവിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേനോ. ഓന് +2 കഴിഞ്ഞിക്കാണ്ടേ ഓനിപ്പോ കോഴിക്കോട് ഭാഗത്ത് ഇവിടെ ഒരു കോളേജ് പറഞ്ഞു. ഓൻ അവിടെ കൊണ്ട് ചേർക്കണം എന്നുണ്ട്. ഓൻ പഠിച്ചാലും ഉസാറാണല്ലോ. നമ്മളെ ചെറുപ്പത്തിൽ ഏതായാലും പഠിച്ചാൻ പറ്റിയില്ല. ഓനെങ്ങനെയാലും പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് ചെറിയ സഹായം നിങ്ങൾ ചെയ്തു തരേണ്ടി വരും. അത് ശരിപ്പോ നമുക്ക് എന്താ വെച്ചാലേ ചെയ്യാം. ഇജപ്പൊ പറയുണ്ടി ചെറുക്കനെ കൊണ്ടേ ചേർക്കുമ്പോളെ പിന്നെ ഇപ്പൊ എന്താ പെണ്ണിന്റെ കല്യാണ കാര്യങ്ങൾ എന്തേലും ആയോ? ആയിക്കോട്ടെ എന്നാല്. പിന്നെ 1-2 കല്യാണം പെണ്ണിന് വന്നീനു. പിന്നെ ഒരു ഒന്നും പറഞ്ഞതുമില്ല. പിന്നെ ഓളാണെങ്കിൽ നമ്മളെ ചെറുക്കൻ്റെ മായി പഠിച്ചാനും അത്ര ഉസാറില്ല. അതാ പിന്നെ ഓളെ ഞാൻ പറഞ്ഞേക്കാൻ. മോനോനിപ്പോ എങ്ങനെയും പഠിപ്പിക്കണം എന്നുണ്ട്. റസീം പറയണ്ട അതന്നെ, ഓനപ്പോ എങ്ങനെയൊക്കെ ഒന്ന് പഠിപ്പിക്കണം എന്നുള്ള ഒന്ന് ചെയ്യോടിട്ടാ. അല്ല പഠിക്കണില്ല എന്നുണ്ടെങ്കിലേ കല്യാണൊക്കെ ഏതെങ്കിലും നല്ല ചുവകളിൽ വരുമ്പോളേ അങ്ങോട്ട് ചെയ്യാം നമുക്ക്. അതായിക്കോട്ടെ, അത് ഞാൻ ചെയ്തു തരേ. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, പഠിക്കണ്ടല്ലേ, പഠിക്കേണ്ട കുട്ടിയല്ലേ കേട്ടോ. അപ്പൊ ഇത് പറയോണ്ടിന്നോട്ടെ. എന്നാ ശരി. എന്നാലേ നാളെ ഞങ്ങൾ പണിക്കാണ്ട് എത്തിക്കോളാം. എന്താ അവിടെ കുട്ടികളാരും ഇല്ലേ? കുട്ടികളെ പുറത്തു പോയതാണ്. ആയിക്കോട്ടെ.